എന്ത് തദ്ദേശണ്ണ എന്തോന്ന് മീന്? വേള കൊണ്ടുപോയി. ഇനി എന്തോന്ന് മീൻ കിടക്കുന്നു? കട്ടാവ് മീൻ കിടക്കുന്നത്. 2 എണ്ണം കൊണ്ടുപോയി. വേള എത്രയ്ക്ക് പോയി വില? 1600 രൂപ. അപ്പോൾ ഓടിപ്പോയി ഇത് കൊടുത്തിട്ട് വരും. നമ്മുടെ തദിയോസ് ചേട്ടന് പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് പണിക്ക് പോകുന്നത്. അതുപോലെ ജീവനുള്ള മീനാണ് കൊണ്ടുവരുന്നത്. അതായത് മീന് ജീവനോടെ തന്നെ ഇതുപോലെ ചെറിയൊരു അറ ഉണ്ട് കേട്ടോ. ആ അറയിൽ ജീവനോടെ ഇയാൾ മീൻ ഇട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് മീന് ഇയാൾ ഓടാൻ വിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. ജീവനോടെ തന്നെ ഇത് ഇയാൾ തൂട്ടാവിന് വേണ്ടി വിടുന്നതാണ് കേട്ടോ. തൂട്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഈ ചെറിയ സൈസ് മീൻ വിട്ടിട്ടാണ് ഇയാൾ വലിയ സൈസ് മീനുകളെ പിടിക്കുന്നത്. കാണുന്നുണ്ട്? ഇതിപ്പോൾ എല്ലാം ചാള മീനാണ് കേട്ടോ. ചാള മീനാണ് ജീവനോടെ ഓടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ ഈ മീൻ ഉപയോഗിച്ചിട്ടാണ് ചേട്ടൻ ഇന്ന് കൊണ്ടുവന്നത്. അതായത് ഇന്ന് ഏപ്രിൽ 26-ാം തീയതിയാണ്. 26-ാം തീയതി കൊണ്ടുവന്ന മീനുകളാണ്. ഒരു വലിയ വേളാവും, അതുപോലെ 2 കട്ടാവും, പിന്നെ അതിനുശേഷം ചെറിയൊരു ചാക്കാണിയുണ്ട്. ചാക്കാണി കിടക്കുന്നുണ്ടല്ലോ, ഈ ഒരു ചെറിയ ചാക്കാണിയുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ഇയാൾ ജോലിക്ക് പോകുന്നത് കേട്ടോ. വൈകുന്നേര സമയമാണ് ജോലിക്ക് പോകുന്നത്. വേറെ ആരെയും കൊണ്ടുപോകത്തില്ല, ഒറ്റയ്ക്ക് പോകത്തുള്ളൂ. ഇനി ഒരു ചാക്കാണിയുള്ള ഇപ്പോൾ ഈ കട്ടാവ് 2 എത്രയ്ക്ക് പോയത്? 1000 രൂപയ്ക്ക്. ഇതും കൊണ്ട് കൊടുത്തിട്ട് വരും. ആദ്യമുള്ള ആ 2 കട്ടാവും ഒരു വേളാവും മീനും പുള്ളിക്കാരൻ അവിടെ ലേലത്തിൽ കൊണ്ട് കൊടുത്തത്. ഇപ്പോൾ ചെറിയൊരു ചാക്കാണിപ്പാരയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ കാണുന്ന മീനൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചാള അതിനെ ജീവനോടെ ഓടിച്ചിട്ടിരിക്കുന്ന കാഴ്ച കണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ ഒരു 10 മണിക്ക് വരും കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 3 മണി 4 മണി സമയം, ചിലപ്പോൾ മാക്സിമം ഒരു 5 മണി 6 മണി സമയമായിരിക്കും ഇയാൾ ജോലിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് താണ്ട ഇതുപോലെ കാണുന്ന ജീവനുള്ള മീനിനെ ഇയാൾ ആദ്യം പിടിച്ച് മായക്ക് എന്നുള്ള സംഭവം ഉപയോഗിച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടാൻ വിട്ടിട്ട് വലിയ സൈസ് ചൂണ്ടയ റോളുണ്ട് കേട്ടോ. അതിലാണ് ഈ വലിയ മീനെ പിടിക്കാനായിട്ട് ഇയാൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു, ചേട്ടാ ഒരാളെ കൂടെ കൊണ്ടുപോയി കൂടെ, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രയാസമല്ലോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് അങ്ങനെ ആരെയും കൂടെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡേറ്റ് പറഞ്ഞത് മാറിപ്പോയി. 27-ആണ്, ഏപ്രിൽ 27-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ വള്ളക്കാർക്ക് ഇതുപോലെ നവര മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നവര കണ്ടോ. അതുപോലെ കുട്ടിച്ചൂര വള്ളക്കാർക്ക് കുട്ടിച്ചൂരയും വരുന്നുണ്ട്. വലയ്ക്കും കുട്ടിച്ചൂര ഉണ്ട്, അതുപോലെ ചൂണ്ടയ്ക്കും കുട്ടിച്ചൂരകളുണ്ട്. ഈ കാണുന്ന വലിയ വള്ളക്കാരെല്ലാം കുട്ടിച്ചൂരമായിട്ട് വന്ന വള്ളക്കാർ തന്നെയാണ്. വലയ്ക്കും അതുപോലെ ചൂണ്ടയ്ക്കും. ഈ കാണുന്ന മീനൊക്കെ എണ്ണി എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ലേലവിളിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ മീനൊക്കെ ലേലത്തിൽ കൊടുത്തിട്ട് പുള്ളി വന്ന് കേട്ടോ. ചേട്ടാ എല്ലാം കൂടെ എത്ര രൂപയ്ക്കുണ്ട്? 2600 രൂപയ്ക്ക് കിട്ടി കേട്ടോ. 3000 കിട്ടി. 3000 രൂപ കിട്ടിയേ. അപ്പോൾ ചിലവ് എത്ര വരും? ഒരു 1000 രൂപ ചിലവ് വരും അല്ലേ? അപ്പം ചേട്ടാ ഇന്നലെ വൈകുന്നേരം എത്ര 6 മണിക്കാണോ പോയത് പണിക്ക്? ഇന്ന് രാവിലെ പോയി. സാധാരണ വൈകുന്നേരമല്ലേ പോകുന്നത്? അപ്പോൾ എന്ത് പറ്റി ഇന്ന് ഇങ്ങനെ രാവിലെ പോകാനായിട്ട്? ഓക്കെ, ബാറ്ററി ചാർജ് ഇല്ലാത്തത് കണ്ട് ഇന്ന് രാവിലെയാണ് പുള്ളി പോയത്. അപ്പോൾ ഇന്ന് പണിക്ക് പോകുമോ ഇനി? ഓക്കെ എന്നാ. അപ്പോൾ ഇതിൽ കിടക്കുന്ന ചാളമീൻ ഇനി എന്ത് ചെയ്യും? കറിക്കൊണ്ട് ആ ജീവനുള്ള ഒരു ചാളമീനെ പിടിച്ച് കാണിച്ചു കൊടുക്കട്ടെ. കയ്യിലെടുത്ത് കാണിച്ചു 2 എണ്ണം. പുള്ളി എടുക്കുന്നത് കാണിച്ചു തരാമേ. ഓടിക്കുന്ന കണ്ട പിടയ്ക്കുന്ന ചാള. ഇത് ഉപയോഗിച്ചിട്ടല്ലേ വലിയ മീൻ പിടിക്കുന്നത്? ഇത് കൊരുത്ത് വിട്ടാണ് വലിയ മീൻ പിടിക്കുന്നത്. ശരി കേട്ടോ, അതിലിട്ടോ. പിന്നെ വലിയുടെ പുറത്താണ് വെള്ളം അടുപ്പിക്കുന്നത്. ഓടിപ്പോയി വെള്ളം തള്ളി വിട്ടുകൊടുക്കും. അപ്പം നമ്മുടെ ഒറ്റയാനുള്ള നമ്മുടെ തദ്ദേശമായിട്ട് വെള്ളം ഇളക്കി പോയി കേട്ടോ. ആ പുള്ളിക്കാരെ വലിയുടെ പുറത്താണ് കൊണ്ട് അടുപ്പിക്കുന്നത്. അപ്പോൾ വലിയ വള്ളക്കാർക്ക് കുട്ടിച്ചൂരകൾ വരുന്നുണ്ട്. കുട്ടിച്ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയുടെ കുട്ടിച്ചൂര പ്രത്യേക വിലയും ചൂണ്ടയ്ക്കുള്ള കുട്ടിച്ചൂരയ്ക്ക് വേറെ വിലയുമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയ്ക്കുള്ള കുട്ടിച്ചൂരയ്ക്ക് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും. വലയ്ക്കുള്ള കുട്ടിച്ചൂര റേറ്റ് കുറവായിരിക്കും. അപ്പോൾ രാവിലെ ഏകദേശം 40-45 രൂപ വരെ ഈ ചൂണ്ടയ്ക്കുള്ള കുട്ടിച്ചൂരയുടെ വില പോയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നേക്കെ വലക്കാർ തന്നെയാണ് കേട്ടോ. വലക്കാർക്ക് ഏകദേശം 1000-1500 കുട്ടിച്ചൂരയൊക്കെ ഉണ്ട്. പക്ഷേ ചൂണ്ടപ്പണിക്കാർക്ക് 500-600 അങ്ങനെയുള്ള. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരാൻ നോക്കുക. ഇനി എത്ര സമയം ഈ മീൻ കാണും എന്നൊന്നും ഉറപ്പില്ല. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 10:45 മണിയായിട്ടുണ്ട്, ഏപ്രിൽ 27-ാം തീയതി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഡീറ്റെയിലാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.